ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ SEO എന്നുള്ളൊരു പാർട്ടുണ്ട്. ഞാൻ മുന്നേ നമുക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് അറിയുണ്ടാവും. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ കറൻ്റ് റൺ ചെയ്യുന്നുണ്ട്. ഏകദേശം 1000+ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലെ ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ SEO നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ഒരു മെയിൻ ഏരിയയാണ് SEO. അപ്പോൾ ആ SEOയിൽ നമ്മളൊരു പുതിയ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഫുൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഈ SEOയിൽ വരുന്ന ഒരുപാട് ആളുകൾക്ക് SEO റിലേറ്റഡ് കാര്യങ്ങളിൽ ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഏരിയയിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. അവിടുത്തെ ഒരു SEO പാർട്ട് എൻ്റെ ഒരു ഡിഫറൻസ് സാധനമാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ഒരുപാട് ഏരിയാസിൽ ഒരു ഏരിയയാണ് SEO എന്നുള്ളത്. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലിങ്ക് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. വെൽക്കം ടു അനദർ വണ്ടർഫുൾ വീഡിയോ കട്ടൻ വിത്ത് EK. നിങ്ങൾക്കറിയാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഈ വീഡിയോ കാണുന്ന അധികം ആളുകളും ഒന്നെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും സെയിം അല്ല, ഓക്കെ, പഠിച്ചു കഴിഞ്ഞവരോ അതല്ലെങ്കിൽ ജോലി നോക്കുന്നവരോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള ആളുകളായിരിക്കും മാക്സിമം ഈ വീഡിയോ, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളായിരിക്കും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് SEOയിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ കിട്ടും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ SEOയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾ അതിലുണ്ടാവും ഗ്രൂപ്പിൽ. നമ്മൾ മറ്റേ ഗ്രൂപ്പിൻ്റെ പോലെ മറ്റേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രൂപ്പിൽ നമ്മളെല്ലാവരും റാൻഡംലി സെലക്ട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ടാവില്ല. ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ കുറച്ചുകൂടെ SEO ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ, മറ്റേതെന്ന് പറഞ്ഞാൽ വെറുതെ ആളുകൾ പോകുന്നവനും വരുന്നവനൊക്കെ ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്തിട്ട് ഒന്നും മിണ്ടാണ്ട് വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി ഈ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. ഇതിൽ മാക്സിമം നമ്മൾ ആളെ സെലക്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും ആൾ ആക്റ്റീവ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കും, പുതിയ ആളുകളെ എടുക്കും. കുറഞ്ഞ ആളുകൾ 10 പേരാണെങ്കിൽ 10 പേര് മതി നമുക്ക്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ SEOയിൽ നിങ്ങൾക്കറിയാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരുപാട് ഏരിയാസ് ഉണ്ട്. വെബ്സൈറ്റ്, ആഡ്സ്, ഇ-കൊമേഴ്സ്, മറ്റേത്, അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇവിടെ SEO താല്പര്യമുള്ള ആളുകൾ, SEO തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. SEOൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SEOൻ്റെ പാർട്ടിൽ വരുമ്പോൾ ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, ടെക്നിക്കൽ SEOൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് കംപ്ലീറ്റ് ഒന്നും എനിക്കും അറിയില്ല. ഏതെങ്കിലും പുതിയ ആളുകളൊക്കെ ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കൊരു മീറ്റ് വേണമെങ്കിൽ മീറ്റ് വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരു വർക്ക്ഷോപ്പ് പോലെയൊക്കെ നമ്മൾ പ്ലാൻ ഉണ്ട്, മനസ്സിലുള്ള പ്ലാനുകളാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ജോയിൻ ചെയ്യാൻ എന്നുള്ള പ്ലാനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ SEOൻ്റെ സൈഡിൽ തന്നെ വെറും ഗൂഗിൾ SEO മാത്രമല്ല, ഇപ്പോൾ ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഉണ്ട്, ജിയോ എന്നൊക്കെ പറയും. ഇപ്പോൾ ഈ AI-ൻ്റെ ഉള്ളിലൊക്കെ റാങ്ക് ചെയ്യുക, ChatGPT റാങ്ക് ചെയ്യുക, പെർപ്ലെക്സിറ്റിയിൽ റാങ്ക് ചെയ്യുക, ഇവിടെയൊക്കെ റാങ്ക് ചെയ്യുന്ന പ്രോസസ്സ്, ഇതിൻ്റെ കോണ്ടന്റ് റൈറ്റിംഗ് ഏരിയാസ്, കോണ്ടന്റിൽ എങ്ങനെയൊക്കെ പ്ലാൻ ആക്കണം, കോണ്ടന്റ് എങ്ങനെ എഴുതണം. അതുപോലെ തന്നെ അടിപൊളി ഒരു ഏരിയയാണ് യൂട്യൂബ് SEOയിൽ ഭയങ്കരമായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. മീൻസ് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഒക്കെ ബ്ലോഗിൻ്റെ ഉള്ളിൽ, ക്ലയൻറ്റിൻ്റെ ഒക്കെ യൂട്യൂബിൽ നമുക്ക് നല്ല രീതിക്ക് നല്ല റിസൾട്ടുകൾ കാണാൻ പറ്റും, യൂട്യൂബ് SEO ത്രൂ വരുന്നത്. അപ്പോൾ തന്നെ ASO എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ആപ്പ് സ്റ്റോർ ഒപ്റ്റിമൈസേഷൻ. ആപ്സൊക്കെ SEO എന്ന് പറയുമ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വരും, ASO എന്ന് പറയുമ്പോൾ ആപ്പ് സ്റ്റോർ ഒപ്റ്റിമൈസേഷൻ വരും. പുതിയ ആപ്പൊക്കെ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ ഒക്കെ ഇടുമ്പോൾ അവിടെ ചെയ്യുന്ന പരിപാടിയാണ് ASO എന്ന് പറയുന്നത്. എവിടെയെല്ലാം ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ട് അവിടെ എല്ലാം SEO വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആവട്ടെ, ആമസോൺ ആവട്ടെ, ന്യൂൺ ആവട്ടെ, എവിടെ ഒരാൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ SEOൻ്റെ ഒരു എലമെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പ്രോപ്പർ SEO ടൈറ്റിൽ, ഒരു പ്രോപ്പർ SEO ഡിസ്ക്രിപ്ഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കിടിലനായിട്ട് സാധനം റാങ്ക് ആവും, കിടിലനായിട്ട് സെയിൽസ് നടക്കും, അല്ലെങ്കിൽ സർവീസ് എന്താണോ അവിടെ ബിസിനസ്സായിട്ടുള്ളത് അതവിടെ നടക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ SEO പഠിക്കാൻ, അല്ലെങ്കിൽ SEOയിൽ ട്രൈ ഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ SEOയിൽ ട്രൈ ചെയ്യുന്നവർ, ഇനിയിപ്പോൾ SEO ആയി ബന്ധപ്പെടുന്നവർ ആർക്ക് വേണമെങ്കിലും ഇതിൽ ജോയിൻ ചെയ്താൽ ഇതിൽ ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ആക്റ്റീവ് ആവാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട്, വെറുതെ ഇരിക്കുന്നവരുണ്ട്, പണ്ടെങ്ങാനും കയറിയവരുണ്ട്,
പണ്ട് കയറിയിട്ട് അതിലൊന്നും നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ആളുകൾ അതിനുള്ളിലായി. നമുക്ക് ആളെ സെലക്ട് ചെയ്യാനും ഒഴിവാക്കാനൊക്കെ ഭയങ്കര പാടാണ്. പക്ഷേ ഇതിൽ നമ്മൾ അവിടെ വന്ന ഒരു മിസ്റ്റേക്ക് നമ്മൾ ഒരിക്കലും ഇവിടെ ഫോളോ ചെയ്യില്ല. ഇവിടെ എൻ്റർലി ഡിഫറൻ്റ് ആയിരിക്കും. നമുക്ക് ഒരു താല്പര്യമുള്ള ആളുകൾ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. മറ്റ് ഗ്രൂപ്പിലുള്ള ഓൾഡ് ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം അവർ അവിടെ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ആക്കുന്നത്. ഇതിൽ ഫുൾ ടൈം ഞാൻ ഉണ്ടാവില്ല, കുറേ ആൾക്കാർ വേറെ ഉണ്ടാവും, SEO വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവരും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ആക്കുന്നുള്ളത്. പിന്നെ ഇതേപോലെ ഡൗട്ട്സ് ഉണ്ടാവും. ഫുള്ള് ഇതിപ്പോൾ എന്നും ഗൂഗിൾ SEOൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്നും അപ്ഡേറ്റ് വരുന്ന കാര്യമാണ്. പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരും, പുതിയ പുതിയ കാര്യങ്ങൾ വരും. ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും അപ്ഡേറ്റാണ്, അൽഗോരിതം അപ്ഡേറ്റ്. അപ്പോൾ ഈ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ പല ചേഞ്ചസുകളുണ്ടാവും, പല റാങ്കിങ് കീവേഡ്സ് താഴെ പോവും, മേലെ വരും, കംപ്ലീറ്റ് അങ്ങനെ പരിപാടികൾ നടക്കും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് വെരി പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ആയിരിക്കും. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 10 ആൾക്കാരുണ്ടെങ്കിൽ 10 പേര് മതി, അങ്ങനത്തെ ഒരു പരിപാടിയായിരിക്കും നമ്മൾ പ്ലാൻ ആക്കുന്നത്. അപ്പോൾ ഭയങ്കരമായി കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്, വേറെ പരിപാടികളുള്ളവരാണ്, വേറെ പരിപാടികളിൽ എൻഗേജ് ചെയ്യുന്നവരാണ്. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ചുള്ള സമയങ്ങളിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റിപ്ലൈ കിട്ടിയില്ല, എനിക്ക് കിട്ടില്ല എന്ന് പറയരുത്. അത് എല്ലാവരും ആ സമയത്ത് വരും. നമ്മളെ എല്ലാവരും ഇതിനുള്ളിൽ വെറുതെ നോക്കിയിരിക്കുന്നവരല്ലല്ലോ. നമ്മൾ ആ ഒരു സമയത്ത് ആൻസർ ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം, പഠിക്കാം. SEO ഞാൻ പറഞ്ഞ പോലെ ഒരുപാടുണ്ട്. SEO വെറും ഗൂഗിളിലോ ഉള്ള SEO അല്ല. ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്ന വെബ്സൈറ്റിനുള്ളിലൊക്കെ എല്ലാ ഏരിയയിൽ നിന്നും ട്രാഫിക് വരുന്നുണ്ട്. യൂട്യൂബിൽ നിന്ന് വരുന്നുണ്ട്, പെർപ്ലെക്സിറ്റി, ChatGPT, ജെമിനി, അതുപോലെ തന്നെ ഒരുവിധം ഏരിയയിൽ നിന്ന് മൊത്തം. ഇപ്പോൾ പ്രോഗ്രാമാറ്റിക് SEO നടക്കുന്ന വേറൊരു ഏരിയാസ് ഉണ്ട്. SEO എന്ന് പറഞ്ഞാൽ ഒരു വൻ കടലാണ്. അപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളൊന്നും എനിക്കും അറിയില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ട്, കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ആർക്കെങ്കിലും അറിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വേറെ പല പരിപാടികളും ഇവിടെ പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാം ഇങ്ങനെ നമുക്ക് ഓരോന്നെടുത്ത് ഇവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങളുടെ താഴെ കാണുന്ന ഒരു ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് വരും. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ SEO റിലേറ്റഡ് ആയിട്ടുള്ള സീരീസ് നമ്മൾ തുടങ്ങാൻ പ്ലാൻ ആക്കുന്നുണ്ട്. SEOയുടെ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നമ്മളൊരു വീഡിയോ തന്നെ, ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ പ്ലാൻ ആക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.